വേദന മറന്ന് വേദിയിൽ നിറഞ്ഞാടിയ ജാസിയയായിരുന്നു മൈം മത്സരത്തിലെ താരം. വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റിട്ടും അത് വകവെക്കാതെയാണ് ഈ +1കാരി മത്സരത്തിനിറങ്ങിയത്. ഇന്നലെ വൈകിട്ട് പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കിളിമാനൂർ രാജാ രവിവർമ്മ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ജാസിയ അപകടത്തിൽപ്പെട്ടത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ജാസിയുടെയും ടീമിന്റെയും പ്രമേയം. മാസങ്ങളായി തുടരുന്ന ഊണും ഉറക്കവുമില്ലാത്ത പരിശീലനമാണ്. മത്സരത്തലേന്ന് കഴിയാവുന്നത്ര അവളും കൂട്ടരും തയ്യാറെടുത്തു. ഒക്കെ കഴിഞ്ഞ് ഒന്നുറങ്ങുന്നതിനായി വീട്ടിലേക്ക്. ആ യാത്രയിൽ പിക്കപ്പ് വാനിന്റെ രൂപത്തിലാണ് അവളുടെ മുന്നിലേക്ക് വില്ലൻ വന്നത്. അപകടത്തിൽ മുഖം വാനിൽ ആഞ്ഞടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. കൊണ്ടുവന്ന് കയറുകയാണ് ചെയ്തത്. നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക് പിടിച്ചിട്ടും ബ്രേക്ക് ഇതായില്ല. നമ്മൾ ചെന്ന് ഇടിച്ച് വണ്ടി സൈഡിൽ പോയി. ഞാൻ ചെന്ന് പിക്കപ്പിൽ ഇടിച്ച് വണ്ടിക്ക് അടിയിലാവാറില്ലായിരുന്നു. പരിക്കൽപ്പം സാരമാണെന്നും മത്സരം ഒഴിവാക്കാൻ കഴിയുമോ എന്നും ഡോക്ടർ. പറ്റില്ല എന്ന ഒറ്റ മറുപടിയിൽ അവൾ ഇന്ന് രാവിലെ കലോത്സവ വേദിയിലേക്ക് എത്തി. ഏറെ വേദന സഹിച്ചാണ് ജാസിയ അരങ്ങിൽ പൊരുതിയത്. ശ്വാസമെടുക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി. ഒടുവിൽ മത്സരം പൂർത്തിയാക്കിയ അവൾ വേദിയിൽ തളർന്നു വീണു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും എല്ലാ പിന്തുണയും നൽകി കൂട്ടുകാർ കൂടെ നിന്നു. എങ്ങനെ പേടിച്ച്, നല്ല പേടിച്ച് തളർന്നു. നമ്മൾ എത്രയും പേരും നമ്മൾ ഫസ്റ്റ് മേടിച്ചുകൊണ്ടേ പോരും എന്നായിരുന്നു. അപ്പം ഫസ്റ്റ് മേടിച്ചുകൊണ്ടേ വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് വയ്യേണ്ടായിരുന്നപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ആയി, പക്ഷേ വിട്ടുകൊടുത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരുന്ന ജാസിക്കാണ്. കാര്യം 4 തവണ ലിഫ്റ്റിംഗ് സീൻ ഉണ്ടായിരുന്നു. കുട്ടികളെ എടുത്ത് പൊക്കുന്ന സീനും തോളിലെടുത്ത് വയ്ക്കുന്ന സീനും എല്ലാം ജാസിക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ജാസിയ വളരെ മനോഹരമായിട്ട് ചെയ്തു. എങ്കിലും അധിക നേരം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഭേദമായി അടുത്ത കലോത്സവത്തിലും കൊച്ചു ജാസിയെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളും അവിടെ നിന്നിറങ്ങി. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ എസ് അനോഷിനൊപ്പം ഗോപാൽ ശീലാസനൽ, ടീം മീഡിയ 1. ജാസിയ വളരെ പെട്ടെന്ന് തന്നെ മിടുക്കിയായിട്ട് തിരിച്ചു വരുമെന്നാണ് കരുതുന്നത്.